ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്ന് ബീട്ടൺ സ്വിമ്മിംഗ് പൂളിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ മാന്യനായ കായിക വകുപ്പ് മന്ത്രി ശ്രീ പി അബ്ദുറഹ്മാൻ സാഹിബ് നിർവഹിച്ചു കഴിഞ്ഞു. ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പാരമ്പര്യമായി ചെമ്മനാട് ഗ്രാമം വോളിബോളിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഏതൊരു ചെറിയ കായിക ഇനത്തെയും അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ കാണുകയും അതിനു വേണ്ട പ്രോത്സാഹനവും പറ്റാവുന്ന ഭൗതിക സാഹചര്യങ്ങളൊക്കെയും ഒരുക്കി കൊടുക്കുന്ന ഒരു നാടാണിത്. അതിനുവേണ്ടി ഈ നാട്ടിലെ എല്ലാ കായിക പ്രേമികളും അവരിഷ്ടപ്പെടുന്ന കായിക ഇനം അല്ലെങ്കിൽ പോലും അതിനെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നതിൽ വളരെ മുൻപന്തിയിലാണ് പണ്ട് മുതൽ തന്നെ. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സാധാരണ ഈ പഞ്ചായത്തിൽ അധികം കണ്ടുവരാത്ത 25 മീറ്ററോളം ഒളിമ്പിക് പൂള് ഇവിടെ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിച്ചത്. വെറുമൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ ഒരു പൂളിൻ്റെ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കാണാം, കളിമൺ കോർട്ടിൽ നിന്നും തുടങ്ങിയ ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഒരു ഇൻഡോർ സ്റ്റേഡിയം, അത് ബാഡ്മിൻ്റൺ 3 കോർട്ട് ഉൾക്കൊള്ളുന്ന ഒരു ബാഡ്മിൻ്റൺ കോർട്ടാണ്. 300ഓളം പേർക്ക് ഒരേ സമയം ഇരുന്ന് കളി കാണാൻ പറ്റുന്ന ഒരു ഗാലറി അതിലുണ്ട്. അതോടൊപ്പം തന്നെ വർഷാവർഷം ഇവിടെ ജില്ലയിലെ 300-ലധികം പേർ ഈ ലീഗ് മാച്ചിൽ ഇവിടെ മത്സരിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പൂളിനെയും നമ്മൾ കാണുന്നത്. ഇവിടെ ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഇവിടുത്തെ നാട്ടുകാരും സർക്കാർ സംവിധാനങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുമെന്നുള്ള വിശ്വാസമുണ്ട്. ഏതായാലും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട കായിക മന്ത്രി പി അബ്ദുറഹ്മാൻ സാഹിബാണ്. നമ്മുടെ ഇളയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ഈ ബീട്ടൺ സ്വിമ്മിംഗ് പൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പേരിലുള്ള സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഷാനവാസ് പാദൂർ അവർകളാണ്. പിന്നീട് ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മൻസൂർ കുരിക്കൾ, വാർഡ് മെമ്പർ അമീർ പാലോത്ത്, റഫീഖ് നായ്മാർമുല, UK ക്ലബിൻ്റെ പ്രസിഡന്റ് സലാം LT, ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുല്ല കോട്ട തുടങ്ങിയവരാണ്. അവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവും. പ്രിയങ്കരനായ മൻസൂർ കുരിക്കൾ, വാർഡ് മെമ്പർ അമീർ പാലോത്ത്, അശോക് ച, സി റഫീച്ച, നമ്മുടെ മുൻ DYSP നാട്ടുകാരനുമായ റഹീം സാർ അടക്കം വേദിയിലും സദസ്സിലുമായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ സംവിധാനം ഈ ബീട്ടൺ എന്ന് പറയുന്ന കൂട്ടായ്മ ഇവിടെ ഒരുക്കി എന്നുള്ളതിൽ അതിലേറെ സന്തോഷമുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ സംസ്ഥാനത്തെ കായിക വകുപ്പ് മന്ത്രി തന്നെ അദ്ദേഹത്തിന് നമുക്കിവിടെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഏറെ സന്തോഷിക്കുന്ന കാര്യം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ പരിപാടി കുറച്ച് വൈകിട്ടാണ് നടക്കുന്നുള്ളത്. ഇനി മന്ത്രിക്ക് 1-2 പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതുമാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ഈ സ്ഥാപനങ്ങളുടെ ഉടമയടക്കമുള്ള പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കൾ, നമ്മുടെ നാടിൽ കായിക രംഗത്ത് വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങൾ നടത്താൻ നീന്തലാണെങ്കിൽ ധാരാളം തോടും പുഴയും ഒക്കെ തന്നെ നല്ല രീതിയിൽ ഒഴിഞ്ഞുണ്ടായിരുന്നു. പന്തുകളിയാണെങ്കിൽ ധാരാളം പാടങ്ങളും പറമ്പുകളൊക്കെ തന്നെ ഒഴിഞ്ഞു കിടന്ന് കുട്ടികൾക്ക് ഏത് സമയത്തും പോയി കളിക്കാമായിരുന്നു. പക്ഷെ ഇന്ന് ജനസംഖ്യ വർദ്ധിച്ചു. നമ്മുടെ കേരളം എന്നുള്ളത് വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. അപ്പോൾ അതിനനുസരിച്ച് കെട്ടിടങ്ങളുടെ വർധനവ് വന്നു. അങ്ങനെ വരുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ അതിന് കൂടുതൽ വീടുകളൊക്കെ വന്നതിന് ശേഷം കളിയിടങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും ആധുനികമായുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സ്വകാര്യ മേഖലയ്ക്ക് കഴിയുന്നുണ്ട്.
ഇപ്പോൾ ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ള ഈ സ്വിമ്മിംഗ് പൂൾ തന്നെ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡിലാണ്. കേരളത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 25 × 12.5 എന്നുള്ള ഒരു ഇത്തരത്തിലുള്ള സ്വിമ്മിംഗ് പൂളിൽ നിന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മത്സരാധിഷ്ഠിത നീന്തൽ പരിശീലനം നടത്താൻ നമുക്കിതിലൂടെ കഴിയും. പക്ഷേ എനിക്ക് ഒരു അഭ്യർത്ഥനയുള്ളത്, നമ്മുടെ സഹോദരിമാർ ഇത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ പിന്നോക്കം പോയിട്ടുണ്ട്. അപ്പോൾ പഠിത്തത്തിലൊക്കെ തന്നെ കേരളത്തിൽ പെൺകുട്ടികൾ ഏറ്റവും മുൻപിലാണ്. പൊതുവേ അവരുടെ ഒരു പിന്നോക്കം പോക്ക് കാണുന്നുണ്ട്. അതിനെ മാറ്റിയെടുക്കാൻ പ്രാദേശികമായിട്ടുള്ള ശ്രമം ഉണ്ടാകണം. കഴിയുന്നതും എനിക്ക് ബഹുമാനപ്പെട്ട ഇതിൻ്റെ ഓണറോട് പറയാനുള്ളത്, ഇവിടെ പെൺകുട്ടികൾക്ക് പ്രത്യേക ഒരു സമയം നിശ്ചയിച്ചു കൊടുക്കുക. അപ്പോൾ സ്ത്രീകൾ ഇവിടെ വന്ന് അത് നീന്തൽ പഠിക്കാനും അവർക്ക് ഒരു വനിതാ പരിശീലകയെ വെച്ച് കൊടുത്താൽ എനിക്ക് തോന്നുന്നു ധാരാളം ആളുകൾ അത് ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ കോർട്ടിനെ കുറിച്ച് പറഞ്ഞു, ബാഡ്മിൻ്റൺ, ഇത്തരത്തിലുള്ള കായിക പ്രവർത്തനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഏകദേശം കേരളത്തിൽ ഗവൺമെൻറ് തന്നെ 1200 കോടി രൂപയാണ് കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നമ്മൾ ഈ ഒരു 2 ഗവൺമെൻറ്റുകളുടെ കാലത്ത് ഇപ്പോൾ ചെലവഴിച്ചു. 1200 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം കായിക മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഏറ്റവും വലിയ തുകയാണ്. പക്ഷേ അതിലും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, സ്വകാര്യ മേഖലയിൽ ഏകദേശം 12,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പോൾ നടന്നു വന്നതായിട്ടാണ് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ സ്വിമ്മിംഗ് പൂളുകളുണ്ട്, സ്റ്റേഡിയങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള അക്കാദമികളുണ്ട്, ബാഡ്മിൻ്റൺ വോളിബോൾ കോർട്ടുകളുണ്ട്, ടെറഫുകൾ, നിങ്ങൾ സാധാരണയായി കേൾക്കുന്ന ടെറഫുകൾ, ഇതൊക്കെ തന്നെ ഏകദേശം ഇത്രയും വലിയ പണം കേരളത്തിൽ ഈ മേഖലയിൽ നിക്ഷേപിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ പുതിയ തലമുറ കായിക രംഗത്ത് അവർക്ക് കായികക്ഷമത വരുത്താനുള്ള നടപടികൾ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് തിരിച്ചുവിടേണ്ട ആവശ്യകത എന്നുള്ളതിൻ്റെ കാരണം അവർ മറ്റുള്ള മയക്കുമരുന്നിലേക്ക് പോകാതിരിക്കണമെങ്കിൽ പകരം അവരുടെ എനർജി വേസ്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ മാർഗം സ്പോർട്സാണ്. അത് ഫുട്ബോൾ ആയാലും കരാട്ടെ ആയാലും കുൻഫു ആയാലും മറ്റേത് ആയോധന കലയായാലും അതല്ലെങ്കിൽ ഏത് കായിക ഇനങ്ങളായാലും അവർ അതിലേക്ക് കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ തന്നെ നേരിട്ട് ശ്രമിക്കണം. ഇപ്പോൾ പല ഭാഗങ്ങളിലും ആ ആറ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ വന്നു. എല്ലാ സ്റ്റേഡിയങ്ങളിലും രക്ഷിതാക്കൾ തന്നെ വന്നിരിക്കും, അമ്മമാർ തന്നെ വന്നിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. കാരണം അവർ അവിടെ കളിക്കാതെ പുറത്തേക്ക് പോകരുത്, അവർ മുമ്പിൽ തന്നെ കുട്ടികളെ കളിപ്പിക്കുക. ആ രീതിയിലേക്ക് കുടുംബങ്ങളെ ശ്രദ്ധ വന്നു. കാരണം 1 or 2 മക്കളാണുണ്ടാവും, അവരെ വഴിതെറ്റിപ്പോയാലുണ്ടാകുന്ന അപകടം വലുതാണ്. മയക്കുമരുന്നിൻ്റെ വലയം എന്നുള്ളത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ പുതിയ തലമുറ സംബന്ധിച്ചിടത്തോളം അവരെ ആ വലയിലേക്ക് ആക്കാൻ വേണ്ടി ഈ മയക്കുമരുന്നിൻ്റെ മാഫിയകൾ വലിയ രീതിയിൽ ശ്രമിക്കുകയാണ്. രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തി ഹൈദരാബാദിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ MDM എന്ന് പറയുന്ന മയക്കുമരുന്ന് വന്നിരുന്നത്. നിങ്ങൾ പൗഡർ എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഫാക്ടറി ഇവിടെ നിന്നും തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദിൽ പോയി നമ്മുടെ പോലീസാണ് ആ ഫാക്ടറി കണ്ടെത്തി അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ആ ഫാക്ടറി അടച്ചുപൂട്ടി വെക്കുന്നത്. അപ്പോൾ അത്രയും ശ്രദ്ധ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനനുസൃതമായി നമ്മുടെ നാടുകളിലൊക്കെ തന്നെ ഇതിന് വലിയ രീതിയിൽ ഉള്ള പ്രചാരം ഉണ്ടാവണം. മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളെ കായിക വിനോദത്തിലേക്ക് മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു. ഈ SLC +2 പരീക്ഷയിലൊക്കെ തന്നെ A+ നേടി ഏറ്റവും അധികം മാർക്ക് 100-ൽ 100 വാങ്ങിയ ഒരു കുട്ടിയുണ്ട്. അവർ ഓൾ ഇന്ത്യ എൻട്രൻസ് പരീക്ഷയ്ക്ക് ചേർന്നു. ആ പരീക്ഷയ്ക്ക് ചേർന്നതിന് ശേഷം അവർക്ക് സെൻറ്റർ കിട്ടിയത് ഇന്ത്യയിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിലാണ്. ഒന്ന് ബോംബെയിൽ, ഡൽഹിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഡൽഹിയിലാണ് അവർക്ക് അഡ്മിഷൻ കിട്ടിയത്. ഏറ്റവും നല്ല മാർക്കുള്ളതുകൊണ്ടാണ് അവിടെ എൻട്രൻസ് എഴുതി അഡ്മിഷൻ കിട്ടിയത്. അവിടെ പോയ ഈ കുട്ടി 6 മാസത്തിനകം തന്നെ ആദ്യത്തെ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതി പിന്നീട് പിന്നോട്ട് വരാൻ പറ്റും. അങ്ങനെ രക്ഷിതാക്കൾ വീട്ടിലേക്ക് വരുന്നില്ല, അവർ രക്ഷിതാക്കൾ പണം അയച്ചു കൊടുക്കും. വിദേശത്താണ് രക്ഷിതാക്കൾ. അവർ പിന്നീട് അന്വേഷിച്ചപ്പോൾ ഇവൻ ഹോസ്റ്റൽ റൂമിൽ തന്നെ കഴിയുകയാണ്. ഈ കിട്ടുന്ന പണം കൊണ്ട് മയക്കുമരുന്ന് വാങ്ങി അവിടെ തന്നെ ഇവൻ താമസിക്കുകയാണ്, ക്ലാസ്സിൽ പോകുന്നില്ല. അങ്ങനെ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന സമയത്ത്
നോക്കുമ്പോൾ ഈ കുട്ടി ഭയങ്കരമായിട്ട് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അവസാനം നമ്മുടെ നാട്ടിലെ തന്നെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് ഇന്ന് ഒരു റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ് കുട്ടി. അവർക്ക് ആ കുടുംബത്തിലെ ഏക ആശ്രയമാണ്, ഒറ്റ മകനേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി അത്രയും താലോലിച്ചതാണ്, അത്രയും ശ്രദ്ധിച്ചതാണ്. പക്ഷെ അവരറിയാതെ ഈ ഒരു വലയിലേക്ക് കുട്ടികളുടെ കയ്യിൽ പണമുണ്ടെന്ന് കണ്ടാൽ ആ ഒരു ഗ്യാങ് അവരെ പിടിക്കുകയാണ്. ധാരാളമുണ്ട്, കർണാടകയിലുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ വരാന്തകളിൽ പോലും മയക്കുമരുന്ന് എത്തുന്നു എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവരതിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ കൃത്യമായി തന്നെ കായിക പരിശീലനത്തിലേക്ക് അവരെ വിടണം. കാരണം കായിക പരിശീലനത്തിന് വരുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും അസ്വാഭാവികത നമ്മുടെ കുട്ടികളെ മുഖത്ത് കണ്ടാൽ ആ പരിശീലകന് അത് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണയായി നമ്മുടെ കുട്ടികൾ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കായികപരമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ പെട്ടെന്ന് തന്നെ പരിശീലകന് കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവർ പിടികൂടാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള അക്കാദമികൾ തുടങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ലോൺ, വ്യവസായത്തിന് കൊടുക്കുന്ന അതേ ലോൺ, അതേ പലിശ നിരക്ക് 5%, 4% എന്താണോ പലിശ, ആ പലിശ നിരക്കിൽ നിങ്ങൾക്ക് പണം തരുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം കൂടുതൽ ഇത്തരത്തിലുള്ള അക്കാദമികൾ വരട്ടെ, സ്വിമ്മിംഗ് പൂളുകൾ വരട്ടെ, കൂട്ടായ്മ രൂപപ്പെടും. ആ കൂട്ടായ്മക്ക് മയക്കുമരുന്നിൻ്റെ ലോബിയെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ പുതിയ തലമുറക്ക് വഴികാട്ടികളായി മാറും. കാരണം ഇവിടങ്ങളിലും വന്ന് അവർക്ക് മറ്റുള്ള പരിപാടികൾ നടത്താൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ കുട്ടികളെ മുഴുവൻ ഇത്തരം കേന്ദ്രങ്ങൾ അയച്ച് അവർ കായിക പരിശീലനം ഉറപ്പുവരുത്താനും നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം എല്ലാം രോഗങ്ങളുടെ കാലമാണ്. അപ്പം കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ കായിക സ്നേഹോപഹാരം ഈ ബീട്ടൻ സ്വിമ്മിംഗ് പൂളിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുല്ല കോട്ട നൽകി നിർവഹിക്കുകയാണ്. പെട്ടത് കുട്ടികൾക്ക് സൂര്യ എം ഫസ്റ്റ് ലാൻഡ് ബ്ലാക്ക്, ഇലാൻ മുഹമ്മദ് ഫസ്റ്റ് ലാൻഡ്, അഹമ്മദ് സിയ ഖദീജ അഫ്ന ഫസ്റ്റ് ലാൻഡ്, മുനവർ ഹുസൈൻ അമീർ കൊമ്പൻ.
FI50D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FI550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.